തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയതോടെ ആ വിജയത്തിന്റെ മാറ്റൊലികൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രതിധ്വനിക്കുകയാണ്. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് MLA-യും ശ്രദ്ധേയ യുവ നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസവും ജനങ്ങളുടെ വിവേചനാധികാരത്തിലുള്ള അടിയുറച്ച വിശ്വാസവും വ്യക്തമായിരുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർണായകമായ ഈ രാഷ്ട്രീയ പ്രതികരണം പൊതുജനങ്ങളുമായി പങ്കുവച്ചത്. ഇത് സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കുന്ന പുതിയ കാല രാഷ്ട്രീയ നേതാക്കളുടെ ശൈലിയെ അടിവരയിടുന്നതായിരുന്നു. UDF-ന്റെ മുന്നേറ്റത്തെ അദ്ദേഹം ജനങ്ങളുടെ വിവേകപൂർണമായ പ്രതികരണമായിട്ടാണ് വിലയിരുത്തിയത്. ഭരണപക്ഷത്തിന്റെ പ്രചാരണ കോലാഹലങ്ങൾക്കും മറയില്ലാത്ത വാഗ്ദാനങ്ങൾക്കും അപ്പുറം ജനങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തിയ കുന്നത്തൂർമേട് വാർഡ് പ്രത്യേക ശ്രദ്ധാകേന്ദ്രമായി. ഈ വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് രാഹുലിന് ഇരട്ടി മധുരമായി മാറി. വിജയം നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രശോഭ് ആണ്. കേവലം 8 വോട്ടുകൾക്കാണ് പ്രശോഭ് തന്റെ എതിരാളിയെ പരാജയപ്പെടുത്തി കുന്നത്തൂർമേട് വാർഡിന്റെ ജനവിധി നേടിയെടുത്തത്. ഈ നേരിയ ഭൂരിപക്ഷം വാർഡിലെ കടുത്ത മത്സരത്തെയും രാഷ്ട്രീയ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കുന്നത്തൂർമേട് വാർഡിലെ ഈ വിജയം തികച്ചും നിർണായകമാണ്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം പൊതുമധ്യത്തിലേക്ക് തിരിച്ചെത്തിയത്. രാഷ്ട്രീയപരമായ ചില കേസുകളുടെ പശ്ചാത്തലത്തിൽ ഒളിവിലായിരുന്നു രാഹുൽ. തന്റെ പൗരാവകാശം വിനിയോഗിക്കാൻ വേണ്ടിയാണ് കുന്നത്തൂർമേട് ബൂത്തിലെത്തിയത്. ഈ 15 ദിവസത്തെ അസാന്നിധ്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹത്തിന്റെ വരവ് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ബൂത്തിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കപ്പെട്ട ഒരു നേതാവായിരുന്നിട്ടും അദ്ദേഹത്തെ ബൊക്കെ നൽകിയാണ് പ്രവർത്തകർ വരവേറ്റത്. ഇത് അണികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള ശക്തമായ സ്വാധീനത്തെയും വ്യക്തിപരമായ പിന്തുണയെയും വ്യക്തമാക്കുന്നു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി നേരത്തെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം നേതാവിനോടുള്ള കൂറ് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. കുന്നത്തൂർമേട് വാർഡിലെ കോൺഗ്രസിന്റെ വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തിളക്കം നൽകിയിട്ടുണ്ട്. ഒരു MLA എന്ന നിലയിലും യുവ നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് ഈ വിജയം നൽകുന്ന പിന്തുണ ചെറുതല്ല. 8 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ പ്രശോഭ് വിജയിച്ചപ്പോൾ അത് വാർഡിലെ ഓരോ വോട്ടിന്റെയും പ്രാധാന്യം വിളിച്ചോതി. അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞതായിരുന്നു കുന്നത്തൂർമേട് വാർഡിലെ വോട്ടെണ്ണൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രബുദ്ധ ജനത എന്ന പ്രതികരണത്തെ ഈ കുന്നത്തൂർമേട് വിജയമായി ചേർത്ത് വായിക്കുമ്പോൾ അതിന് കൂടുതൽ രാഷ്ട്രീയമാനം കൈവരുന്നു. സംസ്ഥാനത്തുടനീളം UDF കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണത്തിൽ നിഴലിക്കുന്നുണ്ട്. പ്രതിപക്ഷം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരുമെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തിന് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ജനങ്ങളുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വിജയങ്ങൾ UDF-നെ സഹായിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ പാർട്ടി നടപടികൾക്ക് ശേഷമുള്ള ആദ്യ പൊതുരംഗ പ്രവേശനമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കുന്നത്തൂർമേട് വാർഡിലെ വിജയം കോൺഗ്രസിനും രാഹുലിനും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവർത്തകർ കൂടെ ഉണ്ടെന്ന സന്ദേശമാണ് ബൊക്കെ നൽകിയുള്ള സ്വീകരണം സൂചിപ്പിക്കുന്നത്. യുവ നേതാക്കളോടുള്ള അണികളുടെ സ്നേഹവും വിശ്വാസവും ഒരിക്കൽ കൂടി ഇവിടെ പ്രകടമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പ്രതികരണവും അദ്ദേഹത്തിന്റെ വാർഡിലെ വിജയവും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പുതിയ ദിശാബോധം നൽകുന്നു. കേരള രാഷ്ട്രീയം ഇനി പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയ വിധിക്ക് മുന്നിൽ ആർപ്പുവിളികളും ബഹളങ്ങളും അപ്രസക്തമാകുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകൾ വരും ദിവസങ്ങളിലും ചർച്ചാ വിഷയമായി തുടരും.